ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് പർപ്പിൾ ജേണലാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്തു കേട്ടോ. പിന്നെ നീയക്കുട്ടി വിഷമിക്കണ്ട, ഗ്രീൻ ജേണൽ നമ്മൾ ഇന്ന് ഈവനിങ്ങോ നാളെ ഇട്ടിടുന്നതായിരിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ പർപ്പിൾ ജേണൽ ഫസ്റ്റ് ചെയ്തത്. ഗ്രീൻ ജേണൽ ചെയ്യാം കേട്ടോ. അന്നേരം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എങ്ങനെ കറക്റ്റ് വെക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും പിന്നെ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ നിന്നില്ല, അതേപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. അന്നേരം ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എൻ്റെ ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പേപ്പറുകളെല്ലാം പറക്കി ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ച കളർ പേപ്പറിലെ പീസാണ് ആ ഒരു പർപ്പിൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ വരച്ച ബട്ടർഫ്ലൈസ് ആണ്, കളറിന് ഒത്തിരി കളർ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാൻ പർപ്പിൾ കളർ വെച്ചിട്ട് ലൈൻ കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. പിന്നെ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്ത് എഴുതിയെന്ന്. സ്റ്റിക്കർ ബുക്കിൽ നിന്ന് ഒരു പർപ്പിൾ മഷ്റൂമുകൾ എടുത്ത് താഴോട്ട് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു ഫ്ലവർ പോട്ട്, ഒരു പർപ്പിൾ ഫ്ലവർ പോട്ടും സ്റ്റിക്കർ ബുക്കിൻ്റെ അടുത്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോളറൈറ്റ്സ് പോലുള്ള പേപ്പറിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാമ്പ്സ് പർപ്പിൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പർപ്പിൾ ഒട്ടിച്ചേനെ. അങ്ങനെ പോളറൈറ്റ്സ് പോലെ ഒട്ടിച്ച ആ ഒരു പർപ്പിൾ കളറിലേയും കൂടെ ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്ലൂ വരാതിരുന്ന സ്ഥിതിക്ക് ഞാൻ ടൂൾസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് കേട്ടോ പശ തേച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിൽ ആ ചാനൽസിൽ ഗീവ് അവേയുടെ വീഡിയോ മെൻഷൻ ചെയ്തിടുക. അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ വിജയിക്കുന്നതിലും നമ്മുടെ ഫാമിലി വിജയിക്കുന്നതിലും. പിന്നെ നിങ്ങൾക്ക് ഗീവ് അവേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തരണമെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയേ പറ്റൂ. അല്ലാതെ എപ്പോഴും മേടിക്കാനുള്ള ആ ഒരു ക്യാഷിൻ്റെ ഒരു ഇത് എല്ലാ യൂട്യൂബേഴ്സിലും വരും. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഗീവ് അവേ നടത്തുന്നതായിരിക്കും. അപ്പം 250 സബ്സ്ക്രൈബേഴ്സിന് ഇനി കുറച്ച് ദിവസങ്ങളുടെ ഉള്ളൂ. അതിനുള്ളിൽ 250 സബ്സ്ക്രൈബേഴ്സ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് വിൻഡോന് അത്രയും ഗിഫ്റ്റ് നഷ്ടപ്പെടും. ഗിഫ്റ്റിനെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനൽ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരുന്ന നിങ്ങൾക്ക് നല്ല വീഡിയോസ് കിട്ടും. പിന്നെ അതിൽ മാർച്ചിനെ കുറിച്ചിട്ടാണ് മെയിലിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ മാർച്ച് എന്ന് പറഞ്ഞാൽ മന്ത് ടീമിലാണ് പർപ്പിൾ ജേണൽ ചെയ്തത്. പിന്നെ അത് ഒരു പോം എഴുതിയിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പർപ്പിൾ ജേണലുമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ജേണൽ സപ്ലൈസ് ഇവിടെ തീർന്നിരിക്കും. അപ്പോൾ അത് വെക്കേഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ള ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ആ ഒരു ക്രാഫ്റ്റ് ടൈപ്പുള്ള ആ ഒരു വീഡിയോസൊക്കെ ഇട്ടുതരാം. പിന്നെ Q&Aയുടെ ആൻസർ പറഞ്ഞിട്ടുള്ള വീഡിയോയും നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരു ഡേ തന്നെ 2 വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറൊന്നും പറയാനില്ല, ഞാൻ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് എഴുതിയത്. സംടൈംസ് എ പ്ലഷർ വൺ ക്യാൻ ലൈറ്റ് ടു സമൺ ഓഫ് ദി ലക്സ്, സേ സംതിങ് ടു മാർച്ച്, അങ്ങനെയൊക്കെയാണ്. താഴെ എഴുതി പോം എല്ലാവർക്കും മനസ്സിലായി തോന്നും. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ്, ഇറ്റ്സ് ഫ്ലീസ് വാസ് വൈറ്റ് ആസ് സ്നോ. പിന്നെ ബട്ട് മൈ ജേണൽ ലുക്ക് ലൈക്ക് പർപ്പിൾ, അങ്ങനെയൊക്കെ എഴുതിയത്. എനിക്ക് പെട്ടെന്ന് വായി വന്നൊരു പോം എടുത്ത് എഴുതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് എഴുതുക. പിന്നെ വല്ല റൈറ്റിങ്സിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒട്ടിക്കാം, കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒട്ടിക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്ത് ടൈപ്പ് ചാനൽ വേണമെന്നും എന്ത് വീഡിയോസ് വേണമെന്നും കൂടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അന്നേരം ബൈ.